Gayatri Mantra, invoking divine wisdom, beneficial for mental peace. Om Mani Padme Hum. It helps in emotional purification, reducing stress. Gayatri Mantra. This mantra is written by the sage Vishwamitra, who is believed to have received it through deep meditation and is available in Rig Veda Mandala 3, Hymn 62, verse 10. This is a prayer to the divine power who enlightens the universe. Let the Lord Sun, Savitur, who brightens the earth, atmosphere, and heaven, illuminate our intellect. उस परमात्मा को स्मरण करते हुए जो पृथ्वी, आकाश और स्वर्ग तीनों लोगों के स्वामी हैं, जो पूजनीय सविता देव है, हम उनके दिव्य तेज का ध्यान करते हैं कि हमारी बुद्धि को सद्मार्ग की ओर प्रेरित करे. Those who pray with devotion will be elevated mentally and spiritually. For the best result, one should chant this mantra 108 times daily at Brahma Muhurat. To get the benefits, chant at least 21 times. A sacred mantra, Om Mani Padme Hum, is a revered Buddhist mantra believed to bring blessings, peace, and spiritual growth. It is a 6-syllable mantra popular among Buddhists. The jewel is in the lotus, implying that enlightenment, symbolized by the lotus, is attained through wisdom and compassion, symbolized by the jewel. Om represents divinity or transformation to the pure stage of body, speech, and mind of Buddha. Mani means jewel, symbolizing method, that is, wishing to be enlightened. Padme means lotus, symbolizing wisdom or purity. Hum, it's a divine expression. This mantra symbolically means that by the combination of proper method and wisdom, one can transform one's impure body, speech, and mind into a pure body, speech, and mind of a Buddha. Sit in a quiet place, calmly take a few deep breaths. Chant the mantra with the intention of getting purified in body, speech, and mind. It is used in meditation, healing, and to remove negativity. ഗായത്രി മന്ത്രം ദിവ്യജ്ഞാനത്തെ ആഹ്വാനം ചെയ്യുന്നതിനും മാനസിക സമാധാനം നേടുന്നതിനും ഉപകാരപ്രദം. ഓം മണിപദ്മേ ഹും മാനസിക ശുദ്ധീകരണത്തിനും മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നതിനും സഹായകരം. ഗായത്രി മന്ത്രം ഗായന്തം ത്രായതേ ഇതി ഗായത്രി
ഗായകനെ ത്രാണനം ചെയ്യുന്നത് അഥവാ രക്ഷിക്കുന്നത് എന്തോ അത് ഗായത്രി. വിശ്വാമിത്രനാൽ രചിക്കപ്പെട്ട ഈ മന്ത്രം ഋഗ്വേദത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ മന്ത്രം വിശ്വമാകെ പ്രകാശം ചൊരിയുന്ന സവിതാവിനോടുള്ള പ്രാർത്ഥനയാണ്. ഭൂമി, അന്തരീക്ഷം, സ്വർഗം എന്നീ ലോകങ്ങൾ മുഴുവൻ പ്രകാശം പരത്തുന്ന സൂര്യഭഗവാൻ സവിതാവ് നമ്മുടെ ബുദ്ധിയെയും പ്രകാശിപ്പിക്കട്ടെ. ഭക്തിയോടെ ദിവസവും പ്രാർത്ഥിക്കുന്നവർക്ക് മാനസികവും ആത്മീയവുമായ പുരോഗതി ഉണ്ടാകുമെന്നത് സുനിശ്ചിതമാണ്. ദിവസവും ബ്രാഹ്മ മുഹൂർത്തത്തിൽ 108 തവണ ചൊല്ലുകയാണ് വേണ്ടത്. പ്രയോജനം ലഭിക്കുന്നതിന് കുറഞ്ഞത് 21 തവണയെങ്കിലും ചൊല്ലേണ്ടതാണ്. ഒരു പരിശുദ്ധ മന്ത്രം ഓം മണി പദ്മേ ഹും സുപ്രസിദ്ധ ബുദ്ധമന്ത്രമാണ്. അനുഗ്രഹം, സമാധാനം, ആത്മീയ വളർച്ച എന്നിവ നേടാൻ സഹായിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. ഇത് ബുദ്ധന്മാരിൽ ജനപ്രിയമായ 6 അക്ഷര മന്ത്രമാണ്. രത്നം കമലത്തിൽ എന്നർത്ഥം. അതായത് ജ്ഞാനവും കരുണയും രത്നം, മുഖേന ബോധോദയം കമലം നേടാമെന്ന ആശയം പ്രകടിപ്പിക്കുന്നു. ഓം വിശ്വത്തിൻ്റെയും ആകാശത്തിൻ്റെയും പരമമായ ശബ്ദം, ദിവ്യശക്തിയുടെ പ്രതീകം. മണി രത്നം, ജ്ഞാനം, ദയ, കരുണ. പദ്മേ താമര, വിശുദ്ധി, ആത്മജ്ഞാനം, ബോധം. ഹും ദുഷ്ടശക്തികളെ നശിപ്പിക്കുന്ന ഉജ്ജീവനത്തിൻ്റെയും സംരക്ഷണത്തിൻ്റെയും ശബ്ദം. ശരിയായ മാർഗവും ജ്ഞാനവും സംയോജിപ്പിച്ചാൽ ഒരാൾക്ക് തൻ്റെ അശുദ്ധമായ ശരീരം, വാക്ക്, മനസ്സ് എന്നിവ ബുദ്ധൻ്റെ പരിശുദ്ധമായ ശരീരം, വാക്ക്, മനസ്സ് എന്നിവയിലേക്ക് പരിവർത്തനം ചെയ്യാൻ കഴിയും. ശാന്തമായ സ്ഥലത്തിരിക്കൂ. ആഴമുള്ള ദീർഘശ്വാസം എടുക്കുക. ശരീരം, വാക്ക്, മനസ്സ് ഇവ ശുദ്ധിയാകണമെന്ന ഉദ്ദേശത്തോടെ മന്ത്രം ഉച്ചരിക്കുക. ഇത് ധ്യാനത്തിനും രോഗശാന്തിക്കും നെഗറ്റീവ് ഊർജം ഇല്ലാതാക്കുന്നതിനും സഹായകരമാണ്.